12/7 എനിക്ക് ഒരു ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള് വരുന്നത്. പല്ല് കടിച്ചു പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞു, നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറയും, ഇനിയും പറയും. അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും? പിന്നെ ഞാനും കട്ട് ചെയ്തു, കോളങ്ങ് കട്ട് ചെയ്തു. അമ്മായി എന്ത് പറഞ്ഞു? ഒന്നുമില്ല. കഷ്ടിച്ച് കുറച്ച് സമയമേ സംസാരിച്ചുള്ളൂ. തിരിച്ച് തെറി പറയാൻ അറിയാതെയായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഒരു സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല. നീ ഒന്നും പണയണ്ട. ഒരു പെയ്ഡ് തന്നെയാണ് ഇത്. ഒരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ കുറെ പേര് തെറി വിളിക്കുന്നു. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. അതിനു പുറമെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു തുടങ്ങി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വക്കീലെ. ഇതുമായിട്ട് കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല. ശരിയാണ്. സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്കെതിരെ സംസാരിക്കുന്നത്. എന്ത് പോക്കത്തിലോട് പറയുന്നത്? പക്ഷെ ഞാൻ ഈ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. അങ്ങനെ വരട്ടെ, വരുമ്പോ നോക്കാം. വാസ്തവത്തിൽ എനിക്ക് ഈ പരാതി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ഒരുപാട് സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു 7-8 മാസം മുമ്പ് എനിക്കൊരു ഭീഷണി കോൾ വന്നു. വിഷമമുണ്ടാവും, പക്ഷെ ഇടിച്ചു നിന്നോളാം. അത് ട്രൂ കോളറിൽ എനിക്ക് ഡേഞ്ചർ, ഫ്രോഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. ആസിഡ് ഒഴിക്കുന്നൊക്കെ പറയുന്നത് അത്രയേറെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു ആശങ്കയുണ്ടോ? ഇനി നീ എങ്ങാനും ഇന്നല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ആക്രമണം നമുക്ക് നേരെ ഉണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്കിൽ നമുക്കിനി വീണ്ടും കാണേണ്ടി വരും. അതിന്റെ പൂർണ്ണ ഉത്തരവാദി ദിലീപ് തന്നെയാണ്. കൊട്ടേഷൻ കൊടുക്കാൻ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ, അതിൽ നിന്ന് ഊരി പോരാനും വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതങ്ങനെ തന്നെയാണ് കരുതുന്നത്. മനസ്സിലായില്ലേ? എന്റെ മുമ്പിൽ നിന്റെ ഡ്രാമ വിട്. ഡ്രാമ അല്ല സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല.